രാഷ്ട്ര പുനർനിർമ്മാണത്തിന് വേണ്ടിയുള്ള സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു പ്രവൃത്തി ആയിരിക്കണം അത്. അതല്ലാതെ ഒരു പോസ്റ്റർ കയറി ഒരു കൊടിമരം മാറ്റി അല്ലെങ്കിൽ ഒരു തെറി പറഞ്ഞു അതിൻ്റെ മുകളിലുണ്ടാവുന്ന കക്ഷി രാഷ്ട്രീയ പ്രേരിതമായ കൊലയോ അല്ലെങ്കിൽ കൊലപാതക ശ്രമങ്ങളോ ഒന്നും തന്നെ നമുക്ക് രാഷ്ട്രീയ കുറ്റങ്ങളായിട്ട് കാണാൻ കഴിയില്ല. രാഷ്ട്രീയ കുറ്റം എന്ന് പറയുന്ന ഒന്ന്, പൊളിറ്റിക്കൽ ക്രൈം എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഭരണകൂടത്തിനെതിരായ ഒന്നായിരിക്കും. വക്കീലന്മാരോടും ഡോക്ടറോടും കള്ളം പറയരുതെന്ന് പറയും. യഥാർത്ഥത്തിൽ തുറന്ന് പറയാറുണ്ടോ സാർ? അത് അയാളെ കൊണ്ട് നമ്മൾ പറയിപ്പിച്ചിരിക്കും. ഞാനൊരു കുറ്റകൃത്യം ചെയ്തിട്ട് വക്കീലിൻ്റെ അടുത്ത് വരാം, വക്കീല ഞാനിങ്ങനെ ഒരു കൊലപാതകം ചെയ്തു അല്ലെങ്കിൽ വലിയൊരു ക്രൈം ചെയ്തു, എന്നെ ഇതിൽ നിന്ന് ഊരിത്തരണം എന്ന് പറഞ്ഞ വക്കീലിൻ്റെ ഒരു മറുപടി എന്തായിരിക്കും? ഐ ആം നോട്ട് എ ജഡ്ജ്. അയാളുടെ മുകളിൽ ജഡ്ജ് ചെയ്യേണ്ട കാര്യം എനിക്കില്ല. ഐ എം ഓൺലി പ്രസൻറ്റിങ് ദ ഫാക്ട്സ് ബിഫോർ. ആ കുട്ടിക്ക് താനൊരു മിഠായി കൊടുത്തതുപോലെ ആ മാറത്തെ ചൂടറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കുട്ടിക്ക് ആ ചൂട് താൻ ഇല്ലാതാക്കി എന്തിനാണ്? രണ്ട് കുട്ടികളുടെ തല നൂലിൽ കെട്ടിയിട്ടേക്കുക, എന്നിട്ട് ആ തലകൾ പരസ്പരം വന്നിട്ടുണ്ട് എൻ്റെ തലയും വന്ന് ഇടിക്കും. അഡ്വക്കേറ്റ് കെ എസ് മധുസൂദനാണ് ഇന്ന് എന്നോടൊപ്പം. അദ്ദേഹം കേരളത്തിലെ അറിയപ്പെടുന്ന ക്രിമിനൽ ലോയറുകളുടെ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് കുറേ വിഷയങ്ങൾ ചോദിക്കാനുണ്ട്. പക്ഷേ നമ്മളൊരു പർട്ടിക്കുലർ വിഷയത്തിൽ, പൊളിറ്റിക്കൽ ക്രൈം എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഷയത്തിലാണ് ഇന്ന് കൂടുതലും സംസാരിക്കാനുള്ളത്. സ്വാഗതം. ക്രിമിനൽ ലോയിലേക്ക് വരാനുള്ള ഒരു കാരണം എന്താ? ഞാൻ തുടങ്ങുമ്പോൾ 76-ലാണ്, ഇപ്പോൾ 50-ാം വർഷം ആകാൻ പോകുന്നത്. അപ്പോൾ അന്ന് KP ജോർജ് സാറിൻ്റെ അടുത്താണ് പറവൂര്. അപ്പോൾ അദ്ദേഹം ഒരു ക്രിമിനൽ ലോയറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അവിടുത്തെ ഒരു ചാരായ കേസ്, കുറേ കേസ് അങ്ങനെയൊക്കെ നടത്തുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു 5-6 പേരുള്ളവരെല്ലാവരും സ്വാഭാവികമായിട്ടും ക്രിമിനലിലേക്ക് പോയി. അങ്ങനെയാണ് ക്രിമിനലിലേക്ക് വരുന്നത് ഒരു പരിധിവരെ. പിന്നീട് സിവിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്വന്തമായി പഠിച്ചതാണ് ഒരു പരിധിവരെ എന്ന് പറയാം. ക്രിമിനൽ പല കാലഘട്ടങ്ങളിൽ, ഇപ്പോൾ ലോ കോളേജിൽ പോകുമ്പോൾ തന്നെ പ്രമുഖരായ ക്രിമിനൽ ലോയേഴ്സിൻ്റെ കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ കോഴിക്കോടാണ് പഠിക്കുന്നത്. അപ്പോൾ കോളേജിൽ പോകുന്നതിനേക്കാളും ഉപരി, ക്ലാസ്സിൽ പോകുന്നതിനേക്കാളും ഉപരി കോടതിയിൽ പോവുക, കോടതിയിൽ പോയിട്ട് വിചാരണകൾ കാണുക. അങ്ങനെ കണ്ട് ഓരോരുത്തരുടെയും, കുഞ്ഞിരാമൻ സാറിൻ്റെയൊക്കെ തന്നെ ക്രോസ് എക്സാമിനേഷൻ, രത്നസിംഗിൻ്റെ ക്രോസ് എക്സാമിനേഷൻ, പൊതുവാൾ കാണുന്നത് കണ്ടങ്ങനെ ഒരു എന്താ ത്രില്ലടിക്കുന്നൊരു കാലഘട്ടമാണത്. അങ്ങനെയാണ് അതിനകത്ത് കൂടുതൽ ആകർഷണം ഉണ്ടാവുന്നത് തന്നെ. ക്രിമിനൽ കേസുകളിൽ ആകർഷിക്കുന്നത് വരുന്നത് അങ്ങനെയാണ്. ഇത്രയും വർഷത്തെ അഭിഭാഷക ജീവിതം എങ്ങനെയായിരുന്നു? പഠനമൊക്കെ ഏത് കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെയായിരുന്നു? പഠിച്ച കാലത്ത് പഠിച്ചിട്ടില്ല. അതിനായിട്ട് ഇപ്പോൾ പഠിക്കുന്നത് അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഈ ലോ കോളേജ് എന്ന് പറയുമ്പോൾ ഈ അവസാനത്തെ ഒരു 2-3 ആഴ്ച കൂടി വളഞ്ഞിരിക്കും. എന്നിട്ട് ഏതെങ്കിലും അലഹബാദിൻ്റെ ഒരു ഗൈഡ് ഉണ്ടാവും, ആ ഗൈഡ് വെച്ച് പഠിക്കും. അത്രേ ചെയ്യുള്ളൂ. പിന്നെ ആ 2-3 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കും. അപ്പോൾ തൊട്ട് പിന്നാലെയുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ പ്രാവശ്യം വരില്ല. അപ്പോൾ തൊട്ട് പിന്നാലെ വന്ന ക്വസ്റ്റ്യനിൽ ഒരു മർഡർ കേസ് ഉണ്ട്, ഒരു 302 ഉണ്ടെങ്കിൽ അത് പിന്നെ പഠിക്കേണ്ട കാര്യമില്ല, കാരണം അത് വരില്ല. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ റിപ്പീറ്റ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അതാണ് പൊതുവിൽ കവർ ചെയ്ത് പോകുന്നത്. ആ രീതിയിൽ പഠിച്ചു പോയത് കൊണ്ട് തന്നെ ഒരു ഗുണം കിട്ടി. ഒന്നും എഴുതാത്തൊരു കടലാസമായിരുന്നു മനസ്സ്. അപ്പോൾ പിന്നെ കുറേ എഴുതി പിടിപ്പിക്കാനുണ്ടായി. പിന്നെ പ്രൊഫഷനിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ തന്നെ, പ്രത്യേകിച്ച് ഒരു ഗുരു എന്ന രൂപത്തിൽ KP സാർ ഉണ്ടാകുമ്പോഴും സാറിൻ്റെ കൂടെ ഒരു മർഡർ കേസ് നടത്തിയിട്ടില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ AX വർഗീസും ഞാനും ഒക്കെ കൂടിയിട്ടാണ് ഓഫീസ് തുടങ്ങുന്നത്. അപ്പോൾ വീണ് കിട്ടുന്ന ഒരു കേസ്, ഏറ്റവും ആദ്യമായിട്ട് കിട്ടുന്നത് എനിക്ക് തോന്നിയത് രാധിക കൊല കേസാണ്. ഫോട്ടോ വെച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പായിരിക്കും. അതെ, 78-79 കാലഘട്ടത്തിലാണ്. അത് പ്രത്യേകിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് ഒക്കെ തന്നെയാണ് വല്ലാത്ത സ്വാധീനം ചെലുത്തിയുള്ളത്. കാരണം ഇന്ത്യൻ എക്സ്പ്രസ് ആ കാലഘട്ടത്തിൽ ഫോട്ടോ വെച്ചിലായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്തുണ്ടാവുന്ന ഒരു ബംഗ്ലാവിൽ ഒരു കുട്ടി കൊല ചെയ്യപ്പെടുകയാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, സെൻറ്റ് മേരീസ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. അപ്പോൾ ബാങ്ക് മാനേജറുടെ മകളാണ് കൊല ചെയ്യപ്പെടുന്ന കുട്ടി. അപ്പോൾ ആ കുട്ടി അറസ്റ്റ് ചെയ്യപ്പെടുന്നതോ ഭഗവാൻ റാവുത്ത് എന്ന് പറയുന്ന ഒരു ഒറീസക്കാരൻ പയ്യനെയാണ് അറസ്റ്റ് ചെയ്തത്. അവിടുത്തെ ഒരു അസിസ്റ്റൻറ്റ് മാനേജറുടെ വീട്ടിലെ വേലക്കാരനാണ്, അവനെയാണ് അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവനെ അറസ്റ്റ് ചെയ്തിട്ട് അവനെ കോടതിയിലേക്ക് ഹാജരാക്കുന്ന ഒരു 10 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ സംശയങ്ങളുണ്ടായി. അപ്പോൾ ഈ മാതൃഭൂമിയിൽ ഇന്ത്യൻ എക്സ്പ്രസ് എല്ലാം തന്നെ, കാരണം സ്വന്തം മൂക്കിന് താഴെ ഉണ്ടായ ഒരു സംഭവമല്ലേ, വളരെ നന്നായിട്ട് കവർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വാർത്തകളൊക്കെ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് അതിനകത്ത് സംശയം തോന്നി, എന്തൊക്കെയോ ഇതിനകത്ത് ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഞങ്ങളുടേതായ ഒരു സമാന്തര അന്വേഷണം നടത്തിയിരുന്നു. വർഗീസും ഞാനും ഒരു ദേവശിവാണി സാറുണ്ടായിരുന്നു. അപ്പോൾ അന്വേഷിച്ച് കണ്ടെത്തിയതിന് ശേഷം ഇയാളല്ല എന്ന് നമുക്ക് സ്ഥാപിക്കാൻ കഴിയുകയാണ്. പക്ഷേ ആരാണ് യഥാർത്ഥ കൊലപാളി എന്നുള്ളത് ഒരിക്കലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇവനല്ല എന്നുള്ളത് നമുക്ക് സ്ഥാപിച്ചു. അങ്ങനെയാണ് കൊലക്കേസിനോട് കൂടുതൽ താല്പര്യം തോന്നുന്നത്. ഒരു പൈസ പോലും ഇല്ലാതെ കാര്യം നടത്തുന്ന കേസുകളാണ് ആ കാലഘട്ടത്തിൽ. നമുക്ക് വീണ് കിട്ടുന്ന ഒരു അവസരമാണ്, അതുപോലെ സുവർണാവസരം എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു ആ കേസ്.
അപ്പോൾ ഈ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ഇപ്പം ഞാൻ പറയും, എനിക്ക് തോന്നുന്നു എം കെ ദാമോദരനെ പോലെയുള്ള പ്രമുഖരായ ആളുകൾക്കൊപ്പം ഒക്കെ ഈ ജോലി ചെയ്യേണ്ടി വന്ന സാഹചര്യം, അതായത് ഒരുമിച്ച് കോടതികളിലൊക്കെ വാദിക്കുകയും ഈ ലാവ്ലിൻ കേസുകൾ പോലെയുള്ള കേസുകളിലൊക്കെ വക്കീല് പല ഭാഗങ്ങളിലായിട്ട് ഉണ്ടായെങ്കിലും അദ്ദേഹം മരിച്ചുപോയി. കാരണം KCBയുടെ ചെയർമാനായിട്ടായിരുന്ന മേനോൻ ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയതുകൊണ്ട് എനിക്കത് പോയിട്ട്, പക്ഷെ ആ കേസ് പഠിക്കാനായിട്ട് എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. സാറിൻ്റെ കൂടെ തന്നെ ഇരുന്നിട്ട് പഠിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ തമ്മിൽ എതിരായിട്ടും കേസുകൾ വന്നിട്ടുണ്ട് കോടതികളിൽ. ഒരുമിച്ച് ഞങ്ങൾ വിചാരണ നടത്തിയെന്ന് പറയാനില്ല, ഇല്ലെങ്കിൽ കൂടിയും ആ ഒരു കാലഘട്ടത്തിൽ ഒരുമിച്ച് പോകാനൊക്കെ ഉള്ളൊരു ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. ലാവ്ലിൻ കേസിന് പോലെയുള്ള വലിയൊരു കേസാണ്. എന്തൊക്കെ പറഞ്ഞാലും കേരള രാഷ്ട്രീയത്തിൽ CK ശ്രീധരൻ സാറ് കാഞ്ഞങ്ങാടുള്ളത്, ആദ്യമായിട്ട് നമ്മളിപ്പോൾ ഒരു കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എന്തായിരുന്നു സാർ ആ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അനുഭവം ഒക്കെ? അത് പറയാൻ കഴിയില്ല, കാരണം ഞാൻ ഒരു പ്രതിക്ക് വേണ്ടി വക്കാലത്ത് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് ആ കേസിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴും ഉണ്ട്, പ്രിവിലേജാണത്, അതുകൊണ്ട് എനിക്കതിനകത്ത് പറയാൻ പാടില്ല. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഈ പൊളിറ്റിക്കൽ ക്രൈം എന്ന് പറയുമ്പോൾ നിയമപരമായി നമുക്ക് എങ്ങനെയാണ് അതിനെ നിർവചിക്കാൻ കഴിയുക? ആമുഖമായിട്ട് പറയട്ടെ, പൊളിറ്റിക്കൽ ക്രൈം എന്നുള്ളത് ഒരു നിയമത്തിലും നിർവചിക്കാത്ത ഒന്നാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ ഒരു രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഒരു കൊലപാതകം നടക്കുമ്പോൾ രാഷ്ട്രീയ കൊലപാതകം എന്ന് പറഞ്ഞ് മുദ്രയടിക്കുകയാണ്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ കൊലപാതകം എന്ന് പറയാൻ കഴിയില്ല, കക്ഷി രാഷ്ട്രീയ കൊലപാതകമാണത്. എന്താണ് രാഷ്ട്രീയ കൊല എന്ന് ചോദിച്ചാൽ, ഒരു പൊളിറ്റിക്കൽ പ്രിസണർ എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരു നിർവചനമില്ലാത്ത അവസ്ഥയാണ്. ഒരു പൊളിറ്റിക്കൽ പ്രിസണറെ ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യണമെന്നൊക്കെയുള്ള ചില ജയിൽ മാനുവൽ ഇല്ലെങ്കിലും ചില കൺവെൻഷൻസ് എല്ലാം നിലവിലുണ്ട്. ജയിൽ മാനുവലിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ മാത്രമാണ് അത്തരത്തിലുള്ള ജയിൽ മാനുവലിൽ തന്നെ ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. അതിനകത്തേക്ക് ഞാൻ പിന്നീട് വരാം. ഇപ്പോൾ നമ്മൾ സാധാരണ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ക്രൈം എന്ന് പറയുമ്പോൾ സ്വന്തം താല്പര്യത്തിനല്ലാതെ ഒരു രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയോ നടത്തുന്ന ഒരു ക്രൈമായിരിക്കാം, ഒരു പ്രവൃത്തിയാണെന്ന് രാഷ്ട്രീയ. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുന്നുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് ആ കാര്യങ്ങൾ കാണാറുണ്ട്. ഇപ്പോൾ ഒരു ബാങ്ക് റോബറി നടത്തുന്നവിടേക്ക് പറയാം, ഒരു ബാങ്ക് റോബറി എടുത്ത് അതിൻ്റെ പണം വീണ്ടും വിപ്ലവ പ്രസ്ഥാനത്തിന് വേണ്ടി കൊടുക്കാനാണ്. അയാൾ ഒറ്റ പൈസ ഒന്നും എടുക്കുന്നില്ല. ഒരു ബ്രിട്ടീഷ് അധികാരി ഒരു ട്രെയിനിൽ കടന്നു പോകുന്നു, ആ സമയത്ത് ആ ബോഗി ബോംബ് വെച്ച് ചേർക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അതെല്ലാം ഒരർത്ഥത്തിൽ പൊളിറ്റിക്കൽ ക്രൈംസ് തന്നെയാണ്. ആ അർത്ഥത്തിൽ നോക്കുക. കാരണം ഒരു സാമൂഹ്യ മാറ്റം, ബ്രിട്ടീഷ് ഭരണത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനൊരു ത്രട്ട് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നൊരു പ്രവൃത്തിയാണത്. അതുകൊണ്ട് അത് നമുക്ക് പൊളിറ്റിക്കൽ ക്രൈമിൻ്റെ പട്ടികയിലേക്ക് വരുത്താം. സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെ വരില്ലേ. എന്താണ് പൊളിറ്റിക്കൽ ക്രൈം എന്ന് രാഷ്ട്രീയ കുറ്റകൃത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിർവചിക്കാൻ കഴിയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്ര പുനർനിർമ്മാണത്തിന് വേണ്ടിയുള്ള സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു പ്രവൃത്തി ആയിരിക്കണം അത്. അതല്ലാതെ ഒരു പോസ്റ്റർ കയറി ഒരു കൊടിമരം മാറ്റി അല്ലെങ്കിൽ ഒരു തെറി പറഞ്ഞു അതിൻ്റെ മുകളിലുണ്ടാവുന്ന കക്ഷി രാഷ്ട്രീയ പ്രേരിതമായ കൊലയോ അല്ലെങ്കിൽ കൊലപാതക ശ്രമങ്ങളോ ഒന്നും തന്നെ നമുക്ക് രാഷ്ട്രീയ കുറ്റങ്ങളായിട്ട് കാണാൻ കഴിയില്ല. അത് നിക്ഷിപ്ത രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ചാവേറുകളാകുന്ന കുറേ മനുഷ്യരുടെ കഥയാണത്. അതിനെ നമുക്ക് ആ രീതിയിൽ കാണാൻ പറ്റില്ലെന്ന് എൻ്റെ അഭിപ്രായം. നമുക്കൊരു സാധാരണ ക്രൈം, ഈ പൊളിറ്റിക്കൽ ക്രൈം നമ്മൾ കോടതിയിൽ എത്തുമ്പോഴാണോ അല്ലെങ്കിൽ എവിടെ വെച്ചാണ് ഇതൊന്ന് വേർപിരിയുന്നത്? എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യാന്ന് പറയില്ലേ നമ്മൾ? എനിക്ക് തോന്നുന്നു അത് കുറ്റകൃത്യം നടന്ന് ആ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പുരോഗമിക്കുമ്പോൾ തന്നെ അത് ഏത് രീതിയിലാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ആ നിലവിലുള്ള ഭരണ സംവിധാനത്തിനനുസരിച്ചിട്ടാണ് പിന്നീട് ആ കേസുകളെല്ലാം ചലിക്കാൻ തുടങ്ങുന്നത്. അത് രാഷ്ട്രീയ കുറ്റമായിട്ടല്ല, രാഷ്ട്രീയ പാർട്ടികളുടെ കുറ്റകൃത്യങ്ങൾ കടന്നു വരുമ്പോൾ. അതേസമയത്ത് രാഷ്ട്രീയ കുറ്റം എന്ന് പറയുന്ന ഒന്ന്, പൊളിറ്റിക്കൽ ക്രൈം എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഭരണകൂടത്തിനെതിരായ ഒന്നായിരിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്ന UAP പ്രതികൾ അല്ലേ, അൺലോഫുൾ അസംബ്ലീസ് ആക്ട് പ്രകാരമുള്ള പ്രതികളെല്ലാം തന്നെ സെഡീഷനിൽ വരുന്ന ആളുകളാണ്, രാജ്യദ്രോഹ കുറ്റം നടത്തിയ ആളുകളാണ്. അവരെല്ലാം തന്നെ ഭീകരവാദികളാണ് എന്ന് ചിത്രീകരിക്കുന്ന അവസ്ഥയിലാണ് എത്തുക. സ്വാഭാവികമായിട്ടും അത്തരം രാഷ്ട്രീയ കുറ്റവാളികൾ നമ്മുടെ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ കൊടും പാതകരായിട്ട് മാറുകയാണ് ഒരർത്ഥത്തിൽ. കാരണം അത് ഭരണകൂടവുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടുന്ന വ്യക്തികൾ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളാണത്. ആ രാഷ്ട്രീയ കുറ്റങ്ങളെ യഥാർത്ഥത്തിൽ ഭീകര കുറ്റങ്ങളാക്കി മാറ്റിക്കൊണ്ട് നിലവിലുള്ള കക്ഷി രാഷ്ട്രീയ കുറ്റങ്ങളെ ഏതാണ്ട് എന്താ പറയുക വർണ്ണവൽക്കരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മളിവിടെ കാണാൻ കഴിയുന്നത്. അത് കോൺഗ്രസും BJPയും തമ്മിലായാലും അല്ലെങ്കിൽ CPM തമ്മിലായാലും അതിലൊന്നും തന്നെ നമുക്ക് രാഷ്ട്രീയ കുറ്റം എന്നൊരു പട്ടികയിൽ പെടുത്തേണ്ടതില്ല എന്ന് തോന്നിയിട്ട്. പക്ഷേ ഒരു കാലഘട്ടം ഉണ്ടായെന്ന് പറയാം. ഈ 70കളുടെ കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, പലപ്പോഴും പറയും ഈ ഗണേഷ് ബീഡിയുടെ തൊഴിലാളികളെ പിരിച്ചുവിടുന്നതിന് തുടർന്ന് ദിനേശ് ബീഡിയിലേക്ക് വരുന്ന മത്തായി മാഞ്ഞുരാൻ്റെ നേതൃത്വത്തിൽ ദിനേശ് ബീഡിയിലേക്ക് വരുന്നതിന് മുമ്പുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ദിനേശ് ബീഡിയുടെ തുടക്കത്തിലേക്ക് എത്തുമ്പോഴേക്കും ഗണേഷ് ബീഡി മുതലാളിമാർ
നേരെ തന്നെ മംഗലാപുരത്ത് നിന്ന് ഗുണ്ടകളെ ഇറക്കിയിരുന്നു. തലശ്ശേരി ആ ഭാഗങ്ങളിലെ കണ്ണൂർ ഭാഗങ്ങളിലുണ്ടായിരുന്ന പ്രത്യേകത. അവർ ഇവിടെ ഈ തൊഴിലാളികളുടെ മുകളിൽ അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ അവരെ കണ്ടെയ്ൻ ചെയ്യണമെങ്കിൽ, അത് ഇല്ലാതാക്കണമെങ്കിൽ തിരിച്ചടി കൊടുക്കേണ്ടതുണ്ടായിരുന്നു. സാധാരണ ചായക്കടയിലിരിക്കുമ്പോൾ ഗോളടിക്കുന്ന പോലെയാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഫിഫ പോലെ തന്നെയാണ്. അവിടെ 2 ഗോളടിച്ച് മറ്റവൻ്റെ 3 ഗോളടിച്ച് തലകൾ ഇല്ലാതാക്കി എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യാക്രമണം എന്ന രൂപത്തിലായിരുന്നു ആ കാലഘട്ടത്തിൽ വന്നിരുന്നത്. അപ്പോൾ അത് ഒരു കക്ഷി രാഷ്ട്രീയത്തിനേക്കാൾ ഉപരിയായിട്ട് അതിലൊരു രാഷ്ട്രീയം വേണമെങ്കിൽ കാണാം. ഒരു പ്രത്യയശാസ്ത്രം അല്ലേ, ഒരു ഹിന്ദുവൽക്കരുടെ പ്രത്യയശാസ്ത്രത്തിലേക്ക് കൈപിടിച്ച് കടന്നു വരുന്നൊരു കാലഘട്ടം. ആ കാലഘട്ടം ചെറുക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു മാർക്സിസ്റ്റ് ഐഡിയോളജിയിൽ നിന്ന് ചെറുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സുവർണ്ണ കാലഘട്ടം എന്ന് വേണമെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ഡിക്ഷണറി മീനിങ് നോക്കണേ എങ്ങനെ പറയാം, അതിനങ്ങനെ വിലയിരുത്തേണ്ടി വരും. അപ്പോൾ 70കളുടെ തുടക്കത്തിൽ നമുക്ക് ആ രീതിയിലേക്ക് കാണാം. പിന്നീട് നമുക്ക് നോക്കുന്ന എമർജൻസി കാലഘട്ടം, എൻ്റെ അനുഭവത്തിൽ പറയുന്നതാണ്. എമർജൻസി കാലഘട്ടത്തിലുണ്ടായ ഒരു 2 കൊലപാതകങ്ങളെ, ഒന്ന് കുമ്പളം കൊലക്കേസാണ്, കുമ്പളം നക്സലേറ്റ് കേസ്. പിന്നെ വയനാട്ടിലുണ്ടാവുന്ന മത്തായിയുടെ കൊലക്കേസുകളെല്ലാം അതിന് തൊട്ടുമുമ്പുള്ള പീരീഡ്. ഇപ്പോൾ കുമ്പളം നക്സലേറ്റ് കേസുകളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രക്രിയ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടാവുമല്ലോ. കുമ്പളം നക്സലേറ്റ് കെ വേണു, കെ എൻ രാമേന്ദ്രൻ ഉൾപ്പെടെയുള്ള ഒരു പ്രതികളായ ഒരു കേസാണ്. അത് വിചാരണ ചെയ്യുമ്പോൾ 13 പ്രതികളുണ്ടായിരുന്നു അന്ന്. അപ്പോൾ അതിൽ ആദ്യത്തെ 8 പ്രതികളെ, കുട്ടിക്കൃഷ്ണൻ, കുഞ്ഞപ്പൻ എന്നിവരുൾപ്പെടെയുള്ള 8 പേര്, ഇപ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വിചാരണയുടെ അവസാന ഘട്ടത്തിൽ ഞങ്ങളുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ അത് സ്റ്റേറ്റ് ബ്രീഫാണ് നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ ഉണ്ടാകുന്ന പ്രക്രിയ എന്ന് പറഞ്ഞാൽ എമർജൻസി കാലഘട്ടത്തിന് ഒരു ത്രെട്ട് കൊടുക്കണം. ഈ പോലീസ് അട്രോസിറ്റീസ് ഇത്രമാത്രം അഴിഞ്ഞാടുന്നൊരു കാലഘട്ടത്തിൽ ആരെയും എവിടെയും പിടിച്ചുകൊണ്ടുപോയിട്ട് ആക്രമിച്ച് ഇല്ലാതാക്കുന്നൊരവസ്ഥയിൽ പോലീസിനെ തന്നെ ചെറുക്കാൻ കഴിയുന്ന ഒരു വിഭാഗങ്ങളുടെ ഒരു കൂട്ടായ്മ അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പോലീസിനെതിർക്കെയല്ല ചെയ്തത്. ആ നാട്ടിലെ ഒരു ഭീകരനായ മനുഷ്യൻ ആരാണ്? ആ മനുഷ്യൻ തൊഴിലാളികളെല്ലാം ദ്രോഹിച്ചിട്ടുള്ള മനുഷ്യനാരാണ്? അത്തരത്തിലുള്ള ഒരു കളയായിട്ട്, സമൂഹത്തിലൊരു കളയായിട്ട് കണ്ടുകൊണ്ട് ആ കളയെ പിഴുതെറിയുന്നതിന് വേണ്ടിയുള്ള, കാരണം നെല്ലുകൾക്ക് വളരണമെങ്കിൽ കളകൾ പിഴുതെറിഞ്ഞാലേ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കള പെറിയേണ്ട ഒരു പ്രവർത്തനം, കള പറിച്ചെടുക്കുന്നതിൻ്റെ ഒരു പ്രവർത്തനമായിട്ടാണ് ഇവിടെ കണ്ടത്. കൂടാതെ ഭരണകൂടത്തെ ത്രട്ട് ചെയ്യുക എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ അതിലൊരു പൊളിറ്റിക്സ് ഇല്ലേന്ന് ചോദിച്ചാൽ പൊളിറ്റിക്സ് ഉണ്ട്. പക്ഷേ അതിൻ്റെ വസ്തുതകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ വിരുദ്ധ അഭിപ്രായമാണ് പറയുക. കാരണം ആരെയാണോ ആക്രമിക്കാൻ വേണ്ടി പോയത് അയാളന്ന് മകളുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ അയാളുടെ അളിയനെയാണ് ആക്രമിച്ച് ഇല്ലാതാക്കുന്നത്. അയാൾ ആക്രമിച്ച് ഇല്ലാതാക്കേണ്ട കാര്യമില്ല. അബുഹാജിനെ ബക്കാർ ഹാജി തേടിയാണ് പോകുന്നത്. അപ്പോൾ അബുഹാജി കടന്നു വരുന്ന ഒരു മടലുമായിട്ടാണ്. ആ മടലുമായിട്ട് അബുഹാജി ഒരു ഇരുമ്പോടി കൊണ്ട് ഒരാൾ അടിച്ചപ്പോൾ തന്നെ ആ മടൽ പോയി കഴിഞ്ഞു. പിന്നെ അയാളെ ഇല്ലാതാക്കേണ്ട ആവശ്യം പോലുമില്ല. സ്വാഭാവികമായിട്ട് പോന്നോടാ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്ത് നിന്ന് 2 സഹാക്കൾ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷേ അവിടെ അതിനകത്തുണ്ടായിരുന്ന ഒരാൾ, ഞാൻ അയാളുടെ പേര് പറയുന്നില്ല, അയാളാണ് അത് ചെയ്യുന്നത്. പിന്നീട് വെട്ടുന്നത്, കുത്തുന്നതൊക്കെ. അപ്പോൾ ആ രീതിയിൽ എന്താണ് ഉദ്ദേശം ശരിക്കും രാഷ്ട്രീയമാണെന്ന് പറയും തന്നെ ആ പ്രവൃത്തിയിലേക്ക് എത്തപ്പെടുമ്പോൾ ചോര കണ്ട പട്ടിയെ പോലെ ആകുന്നൊരവസ്ഥയിലേക്ക് പോയി കഴിയുന്നുണ്ട് അവിടെയെല്ലാം. ഇത് വിമർശനപരമായിട്ട് തന്നെ കാണാവുന്ന ഒന്നാണ്. അത് നേരിട്ട് നമുക്ക് ആ കേസ് ഫയൽ പഠിക്കുകയും പിന്നീട് അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഉണ്ടായ കാര്യം. പിന്നെ ഹൈക്കോടതിയിലേക്ക് വന്നു. അവർ 8 പേര്, ആദ്യത്തെ 5 പേര് വെറുതെ വിട്ടു. ആദ്യത്തെ കോടതി ഇവിടുത്തെ എറണാകുളത്ത് സെഷൻസ് കോടതിയാണ്. അത് കഴിഞ്ഞ് ഹൈക്കോടതിയിൽ വന്ന് അത് എല്ലാവരെയും 8 പേരെയും വെറുതെ വിടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സാർ പറഞ്ഞു വന്നത് ഇത്തരം കേസുകൾ ഇപ്പോൾ 80കളുടെ കാലഘട്ടമാണല്ലോ ഈ പറഞ്ഞത്. 80 കാലഘട്ടത്തിലേക്ക് 90കളിലേക്ക് എത്തപ്പെടുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ക്രൈം എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള ക്രൈമുകളായി മാറുന്നുണ്ട്. ഇപ്പോൾ വ്യാപകമായിട്ടുണ്ടാകുന്ന കൊലകൾ, 80കൾക്ക് ശേഷമുള്ള തലശ്ശേരി കൊലകളെല്ലാം കാണുമ്പോൾ ഞാൻ അതിൽ പോയി വിചാരണ നടത്തുന്ന ഒരാളാണ്. പക്ഷേ ഇനി എൻ്റെ മുമ്പിലുണ്ടാകുന്ന ഒരു ധാർമ്മിക പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ കൊലക്കേസിൻ്റെ ഫയലുകൾ കിട്ടുമ്പോൾ ആ ഫയലുകൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നു എൻ്റെ മുമ്പിൽ വന്ന പ്രതികളല്ല യഥാർത്ഥ പ്രതികൾ. യഥാർത്ഥ പ്രതികൾ മറവിലാണ്. ആരോ കൊടുത്ത പട്ടികയിലാണ് ഇവരെല്ലാം വിചാരണ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു പ്രതി വന്നിട്ട് ഞാൻ ഇതിനകത്ത് പങ്കെടുത്ത ഒരാളല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആ കേസ് നടത്താൻ ബാധ്യസ്ഥമായിട്ട് മാറുന്നു. മിക്കവാറും കൊലകളിൽ കാണുന്നത് അത് തന്നെയാണ്. എനിക്ക് അവിടെ ഒരു സംശയം, വക്കീലന്മാരുടെ അടുത്ത് നമ്മളിങ്ങനെ പോകുമല്ലോ, ഇപ്പോൾ ഒരു കേസുമായി പോകുമ്പോൾ എല്ലാ മനുഷ്യരും പോയിട്ട് യഥാർത്ഥത്തിൽ നമ്മൾ വക്കീലന്മാരോടും ഡോക്ടറോടും കള്ളം പറയരുതെന്ന് പറയും. യഥാർത്ഥത്തിൽ തുറന്ന് പറയാറുണ്ടോ സാർ? അത് ഞാൻ ചെയ്ത കുറ്റകൃത്യമാണെങ്കിൽ അത് പറയുമോ? അല്ലെങ്കിൽ അതെല്ലാവരും ഒരു സംശയമായിരിക്കുമല്ലോ, പൊതുജനങ്ങളുടെ ഒരു സംശയമായിരിക്കുമല്ലോ. നല്ലൊരു ചോദ്യമാണത്. അതിൽ ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടിടത്തോളം ഒരു 60% പേരും അവരുടെ കഥകൾ പറയാറുണ്ട്. ഒരു 40% പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇയാൾ പറയുന്നതിൽ കുറേയധികം പൊളിയുണ്ട്. അപ്പോൾ 2-3 ദിവസത്തെ സെഷൻ
അവരുമായിട്ടുണ്ടാവും. അതിനുശേഷം അയാളെ കൊണ്ട് നമ്മൾ പറയിപ്പിച്ചിരിക്കും. കാരണം കേസ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ നാട്ടിലുണ്ടായിരുന്നു, പെരുമ്പിള്ളിലുണ്ടായിരുന്ന കൊലപാതകമാണ്. അപ്പോൾ അയാൾ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല സാറേ അയാൾ സൈക്കിളുമായിട്ട് പോയായിരുന്നു, സൈക്കിളുമായിട്ട് പോയപ്പോൾ അയാൾ മറിഞ്ഞു വീണു, അങ്ങനെ അയാൾ തല അടിച്ച് വീണു മരിച്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോസ്റ്റ്മോർട്ടം എടുക്കുന്ന സമയത്ത് തലയുടെ നേരെ ഇങ്ങനെയാണ് ആ പരിക്ക് കാണുന്നത്. അപ്പോൾ തലയിടിച്ച് വീഴുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പരിക്ക് കിട്ടില്ലല്ലോ, സൈഡ് ഭാഗം. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ നീ പറയണം, അല്ലല്ലോ പ്രായമുള്ള ഒരാളാണ്, എൻ്റെ അത്രയും പ്രായം ആ കാലത്ത് അയക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, താൻ പറയണത് തെറ്റാണ്, അങ്ങനെ ഉണ്ടാവും വഴിയില്ല. ഒരു ഇരുമ്പ് ദണ്ട് കൊണ്ട് അടിച്ചത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ഒലക്ക കൊണ്ട് അടിച്ചത് കൊണ്ട് മാത്രമേ ഇതുണ്ടാകാൻ സാധ്യതയുള്ളത്. പിന്നീട് അയാൾ ഞാൻ ക്രോസ് ചെയ്തപ്പോൾ അയാൾക്ക് സമ്മതിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല, ഞാൻ ഈ കാരണം കൊണ്ട് തന്നെ നിങ്ങളുടെ ഒക്കാലത്ത് ഒഴിയേണ്ടതാണ്, കാരണം നിങ്ങൾ എന്നോട് നുണ പറയാൻ വേണ്ടി വന്നു, പക്ഷേ ഞാൻ ചെയ്യുന്നു. ആ രീതിയിൽ നമുക്ക് അവിടെ എനിക്കൊരു വക്കീൽ, ഇപ്പോൾ വക്കീൽ നമ്മളിപ്പം ശരി ഞാനൊരു കുറ്റകൃത്യം ചെയ്തിട്ട് വക്കീലിൻ്റെ അടുത്ത് വരാം, വക്കീല ഞാനിങ്ങനെ ഒരു കൊലപാതകം ചെയ്തു, അല്ലെങ്കിൽ വലിയൊരു ക്രൈം ചെയ്തു, എന്നെ ഇതിൽ നിന്ന് ഊരിത്തരണം എന്ന് പറഞ്ഞ വക്കീലിൻ്റെ ഒരു മറുപടി എന്തായിരിക്കും? തീർച്ചയായിട്ടും ഞാൻ അയാൾക്ക് വേണ്ടി വാദിക്കാൻ ബാധ്യസ്ഥനായി മാറുന്നത് വേറൊരവസ്ഥയിലാണ്. നിരത്തിയിരിക്കുന്ന തെളിവുകൾ അപര്യാപ്തമാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ല, നിങ്ങളെപ്പോലുള്ളൊരു ജഡ്ജി ആയിരിക്കാം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ ഫാക്ട്സ് പ്രസൻറ്റ് ചെയ്യുകയാണ്. പ്രസൻറ്റ് ചെയ്തിട്ട് ഐ ആം ആസ്കിങ് ദ ക്വസ്റ്റ്യൻ വെദർ ദീസ് എവിഡൻസ് ആർ സഫിഷ്യൻറ്റ് ഓർ നോട്ട്. സഫിഷ്യൻ്റ് ആണ്, യു കൺവിക്റ്റ് ഹിം, ഐ ഹാവ് നോ റിഗ്രറ്റ്സ്. ഇപ്പോൾ രാജീവ് കേസിൻ്റെ അവസാനത്തെ എൻ്റെ വാദം എന്താണെന്ന് അറിയാം. ഇഫ് ഓൺ ദ അതർ ഹാൻഡ്, അന്ന് കോമൺ വലിയ ജഡ്ജ്, യുവർ ഓണർ ഈസ് കൺവിൻസ്ഡ് ദാറ്റ് ഹീ ഈസ് ദ മാൻ ഹൂ കമ്മിറ്റഡ് ദ ക്രൈം, let him be hanged. We do not want any other രാമൻ രാഘവൻ. പണ്ട് സ്ത്രീകളെ മാത്രം പിടിച്ചുകൊണ്ട് കൊലയുന്ന ബോംബെയിലെ ഒരു കുറ്റവാളി ഉണ്ടായിരുന്നു. കാരണം 10, 14, 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കൊല ചെയ്ത ഇയാൾ തന്നെയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനിനി ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പറയാൻ നമ്മൾ തൻ്റെ ഇടം കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിൻ്റെ എൻ്റെ ഉത്തരം 2 രീതിയിലുള്ള പ്രതികൾ വരുന്നു. ഒരാൾ അയാളെ മറച്ചു വയ്ക്കുന്നു, ഇനി അയാൾ മറച്ചു വയ്ക്കാനുള്ള സാമർഥ്യത്തിനിടയിൽ അയാൾ നിരപരാധിയാണെന്ന് എന്നെ തോന്നിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അയാൾക്ക് വേണ്ടി ഹാജരാകുന്നു. മറ്റൊരാൾ വന്ന് പറയുകയാണ്, ഞാൻ ഓഫ് ഹാൻഡായിട്ട് പറയുകയാണ്, ഞാനത് ചെയ്തതാണ്, നീ ചെയ്തതല്ലേ, ഞാൻ എടുക്കില്ല. പണ്ട് അബ്രഹാം ലിങ്കൻ പറഞ്ഞൊരു കാര്യം പോലെയുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇതേപോലെ കേസ് പറഞ്ഞാൽ അദ്ദേഹം പറയാൻ പോണത്, ലീഗലി യു ഹാവ് ഗോട്ട് എ കേസ്, നിയമപരമായിട്ട് നിനക്ക് കേസുണ്ട്, പക്ഷേ മോറലി ഐ ആം നോട്ട് കൺവിൻസ്ഡ് എന്ന് മാറ്റിക്കളെ. അപ്പോൾ ധാർമ്മികത എന്ന് പറയുന്നത് അബ്രഹാം ലിങ്കൻ്റെ ധാർമ്മികത നമുക്കെടുക്കാൻ പറ്റില്ല. കാരണം ഞാനൊരു ഓത്ത് എടുക്കുന്നുണ്ട്, നിലവിലുള്ള നിയമത്തിൻ്റെ പഴുതിൽ നിന്ന് അയാളെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അയാളെ രക്ഷിക്കുക, അയാൾക്ക് വേണ്ടി വാദിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അത്രമാത്രം. ഞാൻ ആം നോട്ട് എ ജഡ്ജ്, അയാളുടെ മുകളിൽ ജഡ്ജ് ചെയ്യേണ്ട കാര്യം എനിക്കില്ല. ഐ എം ഓൺലി പ്രസൻറ്റിങ് ദ ഫാക്ട്സ് ബിഫോർ. അവിടെ ധാർമ്മികത ഇല്ലെന്ന് ചോദിച്ചാൽ ഉണ്ടാകുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരു മനസ്സുണ്ട്. ഒരു കേസിൽ ഞാൻ തലശ്ശേരി പോകുമ്പോൾ ആ കേസിലുള്ള പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ, ഒരു ബസ്സിലെ ജീവനക്കാരൻ അയാൾ പണിയെല്ലാം കഴിഞ്ഞു വന്നിട്ട് അയാൾ കൊച്ചിനെ തോളിലിട്ടിട്ട് രാരിരോ പാടുകയാണ്. അപ്പോൾ തൊട്ട് തലേ ദിവസം ഒരു സഖാവ് കൊല ചെയ്യപ്പെടുന്നുണ്ട്. ഇയാൾ മറ്റേ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ ഒരു 5-5:30 മണി കഴിഞ്ഞാൽ പണി കഴിഞ്ഞിട്ട് ഇതിലെ യഥാർത്ഥ പ്രതി എന്ന് പറയുന്നവൻ കടന്നു വരുന്നുണ്ട്. ഒരു 8 പേര് ചേർന്നിട്ടാണ് കൊല നടത്തുന്നത്. ആ യഥാർത്ഥ പ്രതി വന്ന് അയാളുടെ കുട്ടിക്ക് മിഠായി കൊടുത്തതിന് ശേഷമാണ് അയാൾ ഈ പ്രവൃത്തിക്ക് വേണ്ടി ഒരു 7-7:15 മണിയാകുമ്പോഴേക്കും പോകുന്നത്. ഒരു ടെലിഫോൺ വിളിക്കുന്നു, ഏത് ബന്ധുവീട്ടിൽ നിന്നാണ് ടെലിഫോൺ വിളിക്കണമെന്ന് അടുത്ത വീട്ടുകാരെ ധരിപ്പിക്കുന്നു. അപ്പോൾ ആ അടുത്ത വീട്ടിലേക്ക് ഇയാൾ വരുന്നു. ആ ഓൺ ദ വേയിലാണ് അയാളെ കൊല്ലുന്നത്. അപ്പോൾ ഈ യഥാർത്ഥ കുറ്റവാളിയോട് ഞാനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. തനിക്കൊരു കുട്ടിക്ക്, തൻ്റെ കുട്ടിക്ക് താനൊരു മിഠായി കൊടുത്തതുപോലെ ആ മാറത്തെ ചൂടറിഞ്ഞുകൊണ്ടിരിക്കുന്ന അയാളെ, ആ കുട്ടിക്ക് ആ ചൂട് താൻ ഇല്ലാതാക്കി എന്തിനാണ്? ഈ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ധാർമ്മികമായിട്ട് നമ്മുടെ ചോദ്യം, നീ എന്തിനാ അയാൾക്ക് വേണ്ടി ഹാജരാവണം? ഇത്തരത്തിലുള്ള മനുഷ്യന് വേണ്ടിയിട്ട്, ഒരു റിഗ്രറ്റ്സ് ഇല്ലാത്ത മനുഷ്യർക്ക് വേണ്ടി എന്തിനു ഹാജരാവണം ചോദ്യം ചോദിച്ചാൽ അത് വല്ലാത്തൊരു പ്രശ്നമാണ്. ഞാൻ നേരത്തെ കണ്ട ലീഗൽ ആസ്പെക്റ്റ് വേറെ. കാരണം യു കനോട്ട് ജഡ്ജ് അതേഴ്സ്. നിങ്ങൾ മറ്റൊരാളെ ജഡ്ജ് ചെയ്യാൻ നടക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ ഫാക്ട്സ് പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ ഉള്ളിലുണ്ടാകുന്നൊരു വേദനയുണ്ട്. ഒരു ബസ് തൊഴിലാളി, ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയെ കൊല ചെയ്യുന്നു, അവിടെ ഇല്ലാതാക്കപ്പെടുന്ന മനുഷ്യർ, കൂട്ടക്കരച്ചിലുണ്ടാകുന്ന മനുഷ്യർ, അവരുടെ വേദനയിൽ നമ്മൾ ഉൾക്കൊള്ളാതിരിക്കില്ല. തീർച്ചയായിട്ടും. വേറെ ഒന്നും കൂടി ഞാൻ പറയാം, എൻ്റെ ജീവിതത്തിലുണ്ട് അനുഭവമാണ്. ഇപ്പോൾ അമ്മിണി കൊല കേസ് കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ കാലഘട്ടത്തിൽ ആദ്യമായിട്ട് അവർക്ക് വേണ്ടി ഞങ്ങൾ ഹാജരാൻ വേണ്ടി പോയിട്ടുണ്ട്. കാരണം അവരെ കുമ്പസാരത്തിനും അവരുടെ കുറ്റസംഭവത്തിനു വേണ്ടി ജയിലിടുന്ന സമയത്ത് വർഗീസും ഞാനും കൂടി അവിടെ പോയി, നിങ്ങളിങ്ങനെ കുറ്റസംഭവം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും രക്ഷിക്കാൻ കഴിയില്ല എന്ന് പോലീസുകാരൊക്കെയാണ് ഒരു ജഡ്ജായിട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഞങ്ങൾ പോയിട്ട് അവരെ പിറ്റേ ദിവസം മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ കുറ്റസംഭവം നടത്തേണ്ടതാണ്. അപ്പോൾ കുറ്റസമ്മതത്തിന് വേണ്ടിയിട്ട് ഒരാളെ പ്രിസണിലേക്ക് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അയാളെ മറ്റാരും കാണാൻ പാടില്ലെന്നൊക്കെയാണ്. പക്ഷേ
ഞങ്ങൾക്ക് കാണാൻ അവസരം അവിടുത്തെ ആലുവ സബ് ജയിലിൽ അവർ തന്നിരുന്നു. ഞങ്ങൾ പറഞ്ഞവരെ ബോധ്യപ്പെടുത്തി ലീഗലി നിങ്ങൾ ബൈൻഡിംഗ് അല്ല, ഉണ്ടായാലുണ്ടാവുന്ന പ്രശ്നമാണ്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ പോലീസിനോടെല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ, ഇനി മജിസ്ട്രേറ്റ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പോലീസിനോട് പറയുന്നത് ഒരിക്കലും തെളിവായിട്ട് മാറുന്നില്ല. മജിസ്ട്രേറ്റിനോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് നിങ്ങളുടെ കൺഫെഷനായിട്ട് മാറും, നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ആ കേസിൽ അവരുടെ കഥ മുഴുവൻ ഞങ്ങൾക്കറിയാം, കേട്ട് മനസ്സിലാക്കിയതാണ്. കാരണം അവരുടെ ഭർത്താവ് മരിച്ചു, ആ ഭർത്താവിൻ്റെ സ്വത്തുകൾ മുഴുവൻ എടുത്തുകൊണ്ട് അയാൾ സഹോദരൻ വലിയ ജോലിക്കട നടത്തുകയാണ്. അതിൽ സാരി മേടിക്കാൻ വേണ്ടി അവർ ചെല്ലുമ്പോൾ ഒരു ചീത്ത സാരി എടുത്തു കൊടുക്കുകയാണ്. ഇതിൽ ഇൻസൾട്ടഡായ ഒരു അമ്മയാണ്, തൻ്റെ മക്കൾക്ക് ഒന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ 2 കുട്ടികളെയും അയാളുടെ ഭാര്യയെയും സയനൈഡ് കൊടുത്ത് കൊല്ലുന്ന ഒരു കേസിലേക്കാണ് അത് വരുന്നത്. അവരുടെ ഭാഗത്ത് വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ന്യായീകരണം തോന്നിയേക്കാം, ഏത് സ്ത്രീയും ആ രീതിയിലേക്കൊക്കെ വ്യതിചലിക്കുന്നൊരു മനസ്സുണ്ടായേക്കാം. പക്ഷേ വിഷയം അതല്ല. ഇതിൻ്റെ വിചാരണകൾ നടക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സമയത്ത് എന്തോ ഗുണം കൊണ്ട് അത് പിന്നെ വിചാരണ ഞങ്ങളുടെ തലേന്ന് പോയി. 2 കുട്ടികളുടെ തല നൂലിൽ കെട്ടിയിട്ടേക്കുക. എന്നിട്ട് ആ തലകൾ പരസ്പരം വന്ന് എൻ്റെ തലയിൽ വന്ന് ഇടിക്കുകയാണ്. ഒരു സ്വപ്നമാണ് ഒരു രാത്രിയിലെ സ്വപ്നം ഞാൻ കണ്ടതെന്നാണ്. ഇതെന്താണ് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ കേസിലെല്ലാം ഇടപെടുന്നത് എൻ്റെ മനസാക്ഷി അനുവദിക്കാത്തത് കൊണ്ട് എൻ്റെ മനസാക്ഷി തന്നെയായിരിക്കാം ഈ നൂലാട്ടം നടത്തിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അത് വരാം, ധാർമ്മികതയുടെ ചോദ്യത്തിൽ ഉത്തരം പറയുകയാണ്. അപ്പോൾ ഇതിനിടയിൽ ഒരു ഞാണുമക്കളി നടക്കുന്നുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല, പറയാതിരിക്കാൻ പറ്റില്ല. ഉണ്ട്, പ്രത്യേകിച്ചും ക്രിമിനൽ കേസുകളിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള ക്രൈം എല്ലാം ഉണ്ടാവും. പൊളിറ്റിക്കൽ ക്രൈമിലും സ്ത്രീകളുടെ ഒരു കണ്ണീര് അവിടെ കിടപ്പുണ്ട്. അവിടെ കണ്ണീര് കിടപ്പുണ്ട്. വിക്ടിംസ് ആയിട്ട് പൊളിറ്റിക്കൽ ഈ പറയുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ വിക്ടിംസ് പൊതുവെ സ്ത്രീകൾ വരാറില്ല. ശരി, ഇപ്പോൾ സ്ത്രീകൾ കയറി ആരും അങ്ങനെ ആക്രമിക്കാറില്ല, പുരുഷന്മാരെ മാത്രമാണ് അതിനകത്ത് ആക്രമിക്കാൻ കഴിയുന്നത് കണ്ടിടത്തോളം, അല്ലേ? പൊതുവിലതാണ്. എങ്ങനെയാണ് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ ഈ പൊളിറ്റിക്കൽ ക്രൈം രൂപപ്പെട്ടതെന്ന് നമുക്ക് പറയാൻ പറ്റും? അത് സ്വാതന്ത്ര്യത്തിന് മുന്നേ ഉള്ളൊരു കാലഘട്ടത്തിലെ പൊളിറ്റിക്കൽ ക്രൈം, നമ്മളീ പറയുന്ന പുന്നപ്ര, വയലാറ് പോലുള്ള സംഭവങ്ങൾ, അത് പൊളിറ്റിക്കൽ ക്രൈമിൻ്റെ പട്ടികയിലേക്ക് വിടാം. കിട്ടിയതിന് ശേഷം ഉണ്ടാകുന്ന ഇപ്പോൾ ഈ എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസ്, അതും ഒരു പൊളിറ്റിക്കൽ ക്രൈമിൻ്റെ സീക്വൻസിലേക്ക് വരാവുന്നതാണല്ലോ, പൊതുവിൽ കാണാൻ കഴിയും. അതിന് ശേഷം ഇങ്ങോട്ടുള്ള പ്രക്രിയ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുന്നേ ഉള്ളൊരു കാലഘട്ടത്തിൽ പൊളിറ്റിക്കൽ ക്രൈം, അതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ പൊളിറ്റിക്കൽ ക്രൈംസ് ഉണ്ടാവുന്നുണ്ട്. ആ രീതിയിൽ എടപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഒരാളെ ഭാഗത്ത് വെച്ചിരിക്കുന്നു, അയാളെ മോചിപ്പിക്കാൻ വേണ്ടി പോകുന്നു, അതിനിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ.